ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയം ഭൂസ്ഥാനിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവൻ്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവരെയും ഭഗവാൻ സമൃദ്ധമായി തന്നെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യനായി പിറന്നുപോയിട്ടുണ്ടെങ്കിൽ പാപം ചെയ്യാത്തവർ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഏതെങ്കിലും രീതിയിൽ പാപങ്ങൾ ചെയ്യാത്തതായി നമുക്ക് ആരെയും കണ്ടെത്തുവാൻ കഴിയുകയും ഇല്ല. എന്നാൽ ഭഗവാനിലുള്ള ഭക്തി മൂലം അല്ലെങ്കിൽ ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് നമുക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ കഴിയും. അതിന് പ്രത്യേകം വഴിപാടുകളോ പൂജകളോ ആഭിചാരങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ നമ്മൾ ചെയ്യേണ്ടതില്ല. ഭഗവാനോടുള്ള സ്നേഹവും പ്രേമവും ഭഗവാനോടുള്ള ആരാധനയും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ചെയ്യുന്നത് തന്നെ സകല പാപങ്ങളിൽ നിന്നും മോക്ഷം നൽകുന്നതാണ്. അത്തരത്തിൽ ഒരു കഥയാണ് ഗുരു ഇത്തവണ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ചഞ്ചുള എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. പാപപങ്കിലമായ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽപ്പെട്ടത് മൂലം തൻ്റെ കഴിവിൻ്റെ പരമാവധി പാപം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചിട്ടും ആ സമൂഹത്തിൽപ്പെട്ടതുമൂലം തനിക്കും പാപം ചെയ്യേണ്ടി വന്നു. എന്നാൽ പിന്നീട് അത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞ സമയം എങ്ങനെയാണ് ചഞ്ചുള കൈലാസത്തിലേക്ക് എത്തി പാപമുക്തി നേടിയത്? ആ കഥയാണ് ഗുരുവിടെ പറയുന്നത്. ഭാഷ്കളം എന്നു പേരായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ ഈ വൈദിക കർമ്മത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് മഹാപാപികളായി മാറിയ കുറേ ബ്രാഹ്മണരുണ്ടായിരുന്നു. അപ്പോൾ വൈദികമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരും ഈ ബ്രഹ്മത്തെ എന്തെന്ന് അറിഞ്ഞിട്ടും ബ്രഹ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് എല്ലാം മറന്നുകൊണ്ട് പാപങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന കുറേ ജനങ്ങൾ അവിടെ താമസിച്ചിരുന്നു. അവർ ബ്രഹ്മമറിഞ്ഞവരും ബ്രാഹ്മണരുമാണ് എന്നുള്ളതാണ് കാര്യം. അങ്ങനെ അവർ ദുഷ്ടന്മാരായി മാറി. അവർ എല്ലാ വിഷയഭോഗങ്ങളിലും മുഴുകിക്കഴിഞ്ഞു. ഈശ്വരവിശ്വാസം പോലും അവർക്കുണ്ടായിരുന്നില്ല. കാരണം അവർ മാംസം ഭക്ഷിക്കുക, വ്യഭിചരിക്കുക, ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള മദ്യപാനം നടത്തുക, ഇങ്ങനെയുള്ള സുഖലോലുപതകളിൽ അവർ കഴിഞ്ഞു പോന്നു. അവർ കുടിലമായ പ്രവൃത്തികൾ ചെയ്യുക മാത്രമല്ല, ആയുധങ്ങൾ ധരിച്ച് യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് തങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന് വിശ്വസിക്കാത്തവരെ ആയുധങ്ങൾ ധരിച്ച് ഭീഷണിപ്പെടുത്തി കൊല്ലുകയും അല്ലെങ്കിൽ തങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ദുഷ്ടകരമായ പ്രവൃത്തിയും ചെയ്തിരുന്നു. അവർ തന്നെ അവർക്കായിട്ട് പ്രത്യേക പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും നിയമിച്ചിരുന്നു. അവർ തന്നെ അവരുടെ പേരിൽ രാജാവ് എന്നുള്ള രീതിയിൽ ഒരു ദൈവത്തെയും പ്രതിഷ്ഠിച്ചിരുന്നു. അപ്പോൾ നമ്മുടേതായ സനാതന ധർമ്മങ്ങളൊക്കെയും വ്യതിചലിപ്പിച്ചുകൊണ്ട് അവർ അവരുടേതായ ആ ഭാഷ്കളം എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടേതായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും അതിൽ കൂടാത്തവരെ ആയുധങ്ങൾ ധരിച്ച് വിശ്വാസത്തിലേക്ക് എത്തിക്കുകയും അല്ലാത്തവരെ വധിക്കുകയും മാംസം ഭക്ഷിക്കുകയും ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു, ബ്രഹ്മം അറിഞ്ഞിട്ടും കൂടി. എല്ലാ കാര്യങ്ങളിലും തികച്ചും അജ്ഞരായ അവർ രാക്ഷസരേക്കാൾ അധംപതിച്ചവരായിരുന്നു. മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടുന്ന അവർ ഇങ്ങനെ അധംപതിച്ചപ്പോൾ
അവിടെയുള്ള മറ്റു ജനങ്ങളും അവരെ അനുകരിച്ച് ദുഷ്കർമ്മ തൽപരന്മാരായി. കാരണം അവർ പറയുന്നത് പോലെ കേൾക്കുകയും അവർ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്താൽ വധിക്കപ്പെടുമെന്നുള്ളതിനാൽ അവരെ പോലെ തന്നെ അവിടെയുള്ള മറ്റുള്ളവരും ആയിത്തീർന്നു. എന്തുകൊണ്ട്? ജീവനിൽ ഭയന്ന്. സ്ത്രീകൾ എല്ലാം കുടിലകളും സദാചാര ബോധമില്ലാത്തവരുമായി തീർന്നു. ഇപ്രകാരം ബാഷ്കള ഗ്രാമം ദുർജന നിവാസ ഭൂമിയായി തീർന്നു. അങ്ങനെ ആ ഒരു ഗ്രാമം ദുർജനങ്ങളെ കൊണ്ട് മാത്രം ഉള്ളൊരു ഭൂമിയായി തീർന്നു. അവിടെ ഈശ്വരാരാധനയില്ല, നേദ്യങ്ങളില്ല, പൂജകളില്ല, പ്രാർത്ഥനകളില്ല. എല്ലാം അവരുടേതായ ഒരു സങ്കല്പത്തിൽ അവിടെ നിയമങ്ങൾ ഉണ്ടാക്കി പോന്നു. ആ ഗ്രാമത്തിൽ ബിന്ദുകൻ എന്നു പേരായ ഒരു അധമനും ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യ ചഞ്ചുള നല്ല സുന്ദരിയായിരുന്നു. അയാൾ മോശമായ മാർഗത്തിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ചഞ്ചുള ധർമ്മത്തിൽ അതീവ താല്പര്യവതിയായിരുന്നു. എന്നിട്ടും ബിന്ദുകൻ അവിടെ അയാൾക്ക് സഹജമായ ജീവിതമാണ് നയിച്ചത്. അനേകം വർഷങ്ങൾ കടന്നുപോയി. ചഞ്ചുള കാമപീഡിതയായിട്ടും ധർമ്മനാശം ശങ്കിച്ച് എല്ലാം ക്ലേശപൂർവം സഹിച്ചു. കാമപീഡ മനുഷ്യനും മൃഗങ്ങൾക്കും ഉണ്ടാകുന്നതാണ്. അതൊക്കെ ശമിപ്പിച്ചു നിൽക്കണമെങ്കിൽ ആധ്യാത്മിക തലത്തിൽ ആത്മാവിനെ ഉയർത്തി പൂർണ്ണമായ സന്യാസ ജീവിതത്തിലോട്ട് കടന്നാൽ മാത്രമേ കാമക്രോധങ്ങളിൽ നിന്നും മറ്റു മാനുഷികമായ ഇന്ദ്രിക വികാരങ്ങളിൽ നിന്നുമൊക്കെയും മുക്തി നേടിക്കൊണ്ട് ഭഗവാനിൽ മാത്രം അലിഞ്ഞു ചേർന്ന് ഭഗവാനിലുള്ള ഭക്തിയെ പരമസുഖമായി ആഗ്രഹിച്ച് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാതുള്ള സകല മനുഷ്യർക്കും, ഇപ്പോൾ ദൈനംദിനം പ്രാർത്ഥിക്കുന്നവർക്കും ഈശ്വരഭക്തിയുള്ളവർക്കും ഒക്കെയും കാമപീഡ ഉണ്ടായി വരും. അപ്പോൾ അതുപോലെ ഈ ചഞ്ചുളയ്ക്കും എന്തു ചെയ്തു? കാമപീഡ ഉണ്ടായ സമയത്തും ധർമ്മനാശം ഉണ്ടാകുമെന്ന് അവൾ ശങ്കിച്ച് അതൊക്കെ സഹിച്ച് ആ ധർമ്മത്തിന് വിഘ്നം കൂടാതെ തന്നെ കഴിഞ്ഞു. എന്നാൽ ദുരാചാരനായ അവളുടെ ഭർത്താവിൻ്റെ പ്രഭാവം നിമിത്തം കുറെ കഴിഞ്ഞപ്പോൾ അവളും ദുരാചാരിയായി തീർന്നു. കാരണം അവളെയും മോശമായ മാർഗത്തിലേക്ക് ആ ഭർത്താവ് പറഞ്ഞും പ്രലോഭിപ്പിച്ചും തള്ളിവിട്ടു. ഇതുപോലെയാണ് നമ്മൾ വസിക്കുന്ന സമൂഹം മോശമാണെങ്കിൽ അതെല്ലാം കേട്ടും കണ്ടുമൊക്കെയും ചിലപ്പോൾ മനസ്സുകൾ അങ്ങോട്ട് മാറാം. വീട്ടിൽ 4 പേരടങ്ങുന്ന സംഘത്തിൽ ഒരാളെ ദമ്പതിച്ചു പോയാൽ മറ്റുള്ളവരും മനസ്സാ ദുരാചാരികളായി തീരാം. അങ്ങനെ ഇപ്രകാരം ദുരാചാരങ്ങളിലാണ്ടുപോയ മൂഢരായ ആ ഭാര്യാഭർത്താക്കന്മാരുടെ മനുഷ്യജീവിതം വിരധമായി തീർന്നു. അങ്ങനെയിരിക്കെ ഈ ചഞ്ചുളയെ കൈവിടിഞ്ഞ് ബിന്ദുകൻ മറ്റൊരു വേശ്യാസ്ത്രീയുമായി ബന്ധം സ്ഥാപിക്കുകയും അവളുടെ ഭർത്താവായി തീരുകയും ചെയ്തു. അങ്ങനെ എല്ലാവരെയും പോലെ ബിന്ദുകനും അതിൻ്റെ സമയമായപ്പോൾ മരണം കൈവരിച്ച് പോയി. എവിടെയാ പോയേ? നരകത്തിലേക്ക് പോയി. അങ്ങനെ കുറേ കാലം ബിന്ദുകൻ നരക ദുഃഖം അനുഭവിച്ച ശേഷം അവൻ വിന്ധ്യപർവ്വതത്തിലെ ഒരു ഭയങ്കര പിശാചായി ജനിച്ചു. അപ്പോൾ നരകത്തിൽ പോലും ആ ചെയ്ത പാപകർമ്മങ്ങൾ തീരാത്തത് മൂലം ഭൂമിയിൽ തന്നെ ഒരു പിശാചായി ജനിച്ചു. ബിന്ദുകൻ മരിച്ച ശേഷം ചഞ്ചുള പുത്രന്മാരോടൊപ്പം സ്വന്തം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കെ ഭാഗ്യവശാൽ ഒരു പുണ്യദിനത്തിൽ ചഞ്ചുള ബന്ധുക്കളോടൊപ്പം ഗോകർണ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ നമ്മളൊക്കെ മാസം കൂടുമ്പോൾ സഹോദരിമാരൊക്കെ ചേർന്ന് കൂട്ടുകൂടി ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകത്തില്ലേ? അതുപോലെ അന്നും ചഞ്ചുള അവരുടെ ബന്ധുക്കളോടുകൂടി എന്തു ചെയ്തു? ഗോകർണത്തിലെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. തീർത്ഥയാത്രക്കാരുടെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അവൾ സഹയാത്രികൾക്കൊപ്പം അനേകം തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു. അപ്പോൾ ഈ ഗോകർണത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇപ്പോൾ ചോറ്റാനിക്കരയ്ക്കോ കന്യാകുമാരിയിലേക്കോ രാമേശ്വരത്തോ ഒക്കെ പോകുമ്പോൾ വഴിയിലുള്ള അമ്പലങ്ങളിലൊക്കെ കയറി പ്രാർത്ഥിക്കാറില്ലേ? അതുപോലെ ഈ ഗോകർണത്തിലേക്ക് പോകുന്ന വഴിക്ക് അവൾ എന്ത് ചെയ്തു? ആ പോകുന്ന വഴിയിലുള്ള പുണ്യമായ ക്ഷേത്രങ്ങളിലൊക്കെയും കയറി അവിടുത്തെ തീർത്ഥങ്ങളിൽ
സ്നാനം ചെയ്തു. അങ്ങനെ ആ സ്നാനത്തിൻ്റെ കൗതുകത്താൽ അവൾ ബന്ധുക്കളോടൊപ്പം അവിടെയും ഇവിടെയും ഒക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മളും ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ആ കൂട്ടത്തിൽ നിന്ന് മാറി നമ്മൾ തന്നെ സ്വയം ഒറ്റയ്ക്ക് ദർശനങ്ങൾ നടത്താറില്ലേ, അതുപോലെ ചെഞ്ചുള്ളയും മാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഒരു ശിവക്ഷേത്രത്തിൽ അവൾ ചെന്നുപെട്ടു. അപ്പോൾ ഇങ്ങനെ അവർ നടന്നാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് അവളൊരു ശിവക്ഷേത്രത്തിൽ ചെന്നു. അവിടെ മഹാനായ ഒരു ഗുരു പരമേശ്വരൻ്റെ പവിത്ര കഥകൾ വർണ്ണിക്കുന്നുണ്ടായിരുന്നു. ചെഞ്ചുള്ള അവിടെ നിന്ന് ആ കഥ ശ്രവിക്കുവാൻ തുടങ്ങി. അപ്പോൾ അക്കാലത്ത് ഏറെ സ്ത്രീകളും അതമ്പതിച്ചു പോയിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ ആ ഗുരു പറയുകയാണ്, പരപുരുഷന്മാരോടൊപ്പം വ്യഭിചരിക്കുന്ന സ്ത്രീകൾ യമലോകത്തിലെത്തുമ്പോൾ യമദൂതന്മാർ പഴുപ്പിച്ച ഇരുമ്പു ദണ്ഡം അവരുടെ യോനികളിൽ തിരുകി കയറ്റുന്നു. പൗരാണിക ഗുരുവിൻ്റെ മുഖത്തു നിന്നും അർത്ഥവത്തായ കഥയും തത്വവും കേട്ടപ്പോൾ ചഞ്ചലയുടെ ഹൃദയം ഭയം കൊണ്ട് വ്യാകുലമായി തീർന്നു. കഥാശ്രവണാന്തരം എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ ചഞ്ചുള മാത്രം അവിടെ തങ്ങി. കഥികനായ ആ ഗുരുവിനെ സമീപിച്ച് അവൾ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ഗുരുനാഥ, ഞാൻ സ്വന്തം ധർമ്മം മറന്നവളാണ്. അനേകം ദുഷ്പ്രവൃത്തികൾ ഞാൻ ചെയ്തിരിക്കുന്നു. അനുപമ കൃപാനിധിയായ അങ്ങ് എന്നെയും ഉദ്ധരിക്കണം, എന്നെ രക്ഷപ്പെടുത്തണം. വൈരാഗ്യരസം വഴിഞ്ഞൊഴുകുന്ന അങ്ങയുടെ പ്രവചനം കേട്ട് എനിക്ക് വലിയ ഭയമായിരിക്കുന്നു. എൻ്റെ ഹൃദയത്തോടൊപ്പം ശരീരവും വിറയ്ക്കുന്നു. എനിക്ക് ഈ ലോകത്തോട് പൂർണ്ണമായ വെറുപ്പ് തോന്നിയിരിക്കുന്നു. ഞാൻ കുത്സിത വിഷയങ്ങളിൽ അകപ്പെട്ട് ധർമ്മത്തിൽ വൈമുഖ്യം പ്രദർശിപ്പിച്ച് വലിയ പാപിയായി തീർന്നു. എനിക്ക് ഏതെല്ലാം വിധത്തിലുള്ള ദുർഗതികളാണ് ഉണ്ടാകുവാൻ പോകുന്നത് ഗുരുവേ? എന്നെ ഏത് പുരുഷ മഹാത്മാവാണ് സഹായിക്കാൻ പോകുന്നത്? മൃത്യുകാലത്തിൽ ഭയങ്കരന്മാരായ യമദൂതന്മാരെ ഞാൻ എങ്ങനെ നോക്കിക്കാണും? കഴുത്തിൽ കാലപാശമിട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ധൈര്യം വിടാതിരിക്കുക? നരകത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ശരീരം കഷണങ്ങളായി വെട്ടി നുറുക്കുമ്പോൾ ആ യാതനകളെ ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ വഞ്ചിതയായി, ഞാൻ എല്ലാവിധത്തിലും ഒരു നഷ്ടജന്മമായി. മഹാത്മാവേ, അങ്ങാണ് എൻ്റെ ഗുരു, അങ്ങാണ് പിതാവും മാതാവും. ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, എന്നെ രക്ഷിച്ചാലും. ദുഃഖത്താലും വൈരാഗ്യത്താലും അവശയായി തീർന്ന ചഞ്ചുള ഇപ്രകാരം കരഞ്ഞ് ആ ഗുരുവിൻ്റെ കാൽക്കൽ വീണു. ബുദ്ധിമാനായ ആ ഗുരു അവളെ എഴുന്നേൽപ്പിച്ച് ഇപ്രകാരം പറഞ്ഞു, പെൺപിറന്നവളെ, നീ പരമേശ്വരൻ്റെ കൃപ കൊണ്ടാണ് ശിവപുരാണത്തിലെ ഈ കഥ കേൾക്കാനും മനസ്സിൽ വൈരാഗ്യബോധങ്ങൾ ഉദിക്കാനും ഇടയായത്. നീ ഭയപ്പെടേണ്ടതില്ല. ഭഗവാന്റെ കാൽപാദങ്ങളിൽ ശരണം പ്രാപിക്കുക. അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാ ദുരിതങ്ങളും തത്സമയം നശിക്കുന്നതാണ്. ശിവകഥകളോട് ചേർത്ത് പരമ വസ്തു തത്വം ഞാൻ നിന്നെ പറഞ്ഞു കേൾപ്പിക്കാം. അതു കേട്ടാൽ സുഖവും സദ്ഗതിയും നിനക്കുണ്ടാവുന്നതാണ്. ശിവകഥാശ്രവണം കൊണ്ടാണ് നിന്റെ ബുദ്ധിക്ക് പശ്ചാത്താപത്താൽ ശുദ്ധി കൈവന്നത്. ഒപ്പം മറ്റു വിഷയങ്ങളോടുള്ള അകൽച്ചയും, അതോടൊപ്പം പാപം ചെയ്യുന്നവർക്കുള്ള പ്രായച്ചിത്തമാണ്. ആ പ്രായച്ചിത്തമാണ് ഏറ്റവും വലിയ പശ്ചാത്താപം. സർവ പാപങ്ങൾക്കും പരിഹാരമായി സജ്ജനങ്ങൾ പശ്ചാത്താപത്തെ വർണ്ണിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതെ ഭഗവാനിൽ ചേർന്ന് നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് ഗുരു പറയുന്നത്. യാതൊരുവനാണോ അല്ലെങ്കിൽ ഒരുവളാണോ ഹാർദവമായി വിധിപൂർവകം പശ്ചാത്തപം ചെയ്യുന്നത്, അവൾക്ക് അല്ലെങ്കിൽ അയാൾക്ക് സദ്ഗതി ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. വീണ്ടും ചെയ്ത തെറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഗതി ഉണ്ടാവുകയില്ല. നല്ല മനോഗതി ഉണ്ടാകുവാൻ ശിവപുരാണ ശ്രവണത്തേക്കാൾ മഹത്തരമായ മറ്റൊരു ഉപാധിയില്ല. വൃത്തിയാക്കുന്നത് കൊണ്ട് കണ്ണാടി നിർമ്മലമാകുന്നത് പോലെ ശിവപുരാണ കഥാശ്രവണം കൊണ്ട് ചിത്തം ശുദ്ധമായി തീരുന്നു. അപ്രകാരം ശുദ്ധമായ മനുഷ്യഹൃദയത്തിൽ ജഗദീശ്വരിയായ
അമ്മ പാർവതിയോടൊപ്പം പിതാവായ ശ്രീ പരമേശ്വരൻ നിലകൊണ്ട് വിളങ്ങുന്നു. തന്മൂലം ആ വൃത്തി ശിവപദ പ്രാപ്തിക്ക് അർഹനായിത്തീരുന്നു. ഉത്തമമായ ശിവകഥാശ്രവണം സർവമംഗളങ്ങൾക്കും ബീജമാണ്. അതുകൊണ്ട് ശാസ്ത്രസമമായ രീതിയിൽ ഭഗവാനെ ആരാധിക്കുകയും ശൈവകഥകൾ കേൾക്കുകയും വേണം. ഈ ലോകത്ത് നിന്ന് തന്മൂലം മുക്തി ലഭിക്കുന്നതാണ്. കഥകൾ കേട്ട ശേഷം അത് മനനവും നിധിധ്യാസനവും കൊണ്ട് ശക്തിപ്പെടുത്തണം. കഥകൾ കേട്ടുകൊണ്ട് പോയാൽ പോരാ, അത് മനഃപ്പാടമാക്കിക്കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തണം. അപ്പോൾ പൂർണ്ണമായ ചിത്തശക്തി ഉണ്ടാവുകയും മഹേശ്വരനിൽ ശക്തി ജ്ഞാന വൈരാഗ്യങ്ങളോടൊപ്പം വർദ്ധിക്കുകയും ചെയ്യും. അതിനുശേഷം മഹേശ്വരാനുഗ്രഹം കൊണ്ട് അയാൾക്കോ അല്ലെങ്കിൽ അവൾക്കോ മുക്തിയും ലഭിക്കും. മുക്തി ലഭിക്കാത്തവൻ നരക തുല്യനാണ്. എന്തുകൊണ്ടെന്നാൽ അയാൾ മായാബന്ധത്തിൽ കിടന്നുഴലുന്നു. അതായത് ഈ ശിവപുരാണ കഥകൾ കേട്ടിട്ട് അല്ലെങ്കിൽ അത് കണ്ടിട്ട് അത് കേൾക്കാതെ പോവുകയും അതിനെ ശ്രവിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ഈ ലോകത്തിൻ്റെ പാപങ്ങളിൽപ്പെട്ട് വീണ്ടും വീണ്ടും നരകം അനുഭവിക്കാനിരിക്കുന്നു എന്ന് സാരം. ഇവിടെ ഗുരു ഇത്രയും പ്രഭാഷണങ്ങൾ ചെയ്തിട്ടും കേൾക്കുന്ന കുറച്ചു പേരുണ്ട്. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ മൊബൈലിൽ കൂടി നോക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുമ്പോൾ അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ മാറ്റി മറ്റൊന്നിലേക്ക് പോകുന്നവരുണ്ട്. അവരുടെയൊക്കെയും പാപങ്ങൾക്ക് അറുതി വന്നിട്ടില്ല. എന്നാൽ മഹാദേവൻ്റെ ഈ പുരാണ കഥകൾ കേൾക്കുമ്പോൾ തന്നെ അവരറിയാതെ തന്നെ അവരുടെ പാപങ്ങൾ മാറുകയും സങ്കടങ്ങളില്ലാതാകുകയും ഐശ്വര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഗുരു ഇപ്രകാരം പറഞ്ഞതിന് ശേഷം അവളോടുള്ള കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയവും അലിഞ്ഞുപോയി എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ മാനസം ശിവധ്യാനത്തിൽ മുഴുകി. അപ്പോൾ ബിന്ദുകൻ്റെ പത്നിയായ ചഞ്ചലയുടെ മനസ്സിൽ വലിയ പ്രസാദമുണ്ടായി. ഗുരുവിൻ്റെ ഉപദേശം കേട്ട അവളുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞിരുന്നു. അവൾ നന്നായിട്ട് കരഞ്ഞു. അവൾ ഗുരുവിൻ്റെ പാദങ്ങളിൽ വീണ് കൈകൾ കൂപ്പിക്കൊണ്ട് ഗദ്ഗതപൂർവം ഇപ്രകാരം പറഞ്ഞു: ഗുരുവേ, ശിവഭക്തരിൽ ശ്രേഷ്ഠരായ എൻ്റെ ഗുരുവേ, അങ്ങ് ധന്യനാണ്, പരമാർത്ഥദർശിയാണ്, പരമ ഉപകാരപ്രദനുമാണ്. ആകയാൽ അങ്ങ് ശ്രേഷ്ഠന്മാരായ പുരുഷന്മാരിൽ പ്രശംസനീയനുമാണ്. ഞാനോ നരകസാഗരത്തിൽ വീണിരിക്കുന്നു. എന്നെ ഉദ്ധരിക്കണം. ഇപ്പോൾ എൻ്റെ മനസ്സ് സർവപാപങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് വിഷയങ്ങളിൽ വൈരാഗ്യം ഉണ്ടാക്കി തീർക്കുന്ന ശിവപുരാണം ശ്രവിക്കുന്നതിൽ എൻ്റെ മനസ്സ് അത്യന്തം തൽപരനായിരിക്കുന്നു. ഇപ്രകാരം കൈകൂപ്പി പ്രാർത്ഥിച്ച ചഞ്ചുളയെ ഗുരു അനുഗ്രഹിച്ചു. അവൾ ഗുരുവിനെ സേവിച്ചുകൊണ്ട് അവിടെ തന്നെ താമസിച്ചു. തിരിച്ച് ആ യാത്രാ സംഘത്തോടൊപ്പം പോയില്ല. അവിടെ വെച്ച് തന്നെ അദ്ദേഹം അവൾക്ക് ശിവപുരാണ കഥകളെ പറഞ്ഞു കേൾപ്പിച്ചു. ഇപ്രകാരം ഗോകർണ ക്ഷേത്രത്തിൽ വെച്ച് ഗുരുവിൽ നിന്ന് ശിവപുരാണ കഥകൾ കേട്ട് ചഞ്ചുളയ്ക്ക് ഭക്തിയും ജ്ഞാനവും വന്നു. അവൾക്ക് വിശേഷ ബുദ്ധി ഉണ്ടായി. അവൾ കൃതാർത്ഥയായി. അവളുടെ ചിത്തം ശുദ്ധീകരിക്കപ്പെട്ടു. ഭഗവാന്റെ അനുഗ്രഹത്താൽ അവളുടെ ഹൃദയത്തിൽ ഭഗവാന്റെ സഗുണ രൂപം വിളങ്ങി തുടങ്ങി. ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര്, ഒത്തിരി പേര് ഗുരുവിനെ അയക്കുന്നു. ഗുരുവേ, ഉറങ്ങുമ്പോൾ രൂപം കാണുന്നു, ചന്ദ്രക്കല കാണുന്നു, ഭഗവാന്റെ രൂപം കാണുന്നു, മനസ്സിൽ ഭഗവാനെ കാണുന്നു. പക്ഷെ എനിക്ക് കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഭഗവാനെ കാണുന്നു. അതിലെന്തെങ്കിലും ദോഷമുണ്ടോ ഗുരുവേ എന്ന്. അങ്ങനെ ദോഷമൊന്നും ഉണ്ടായിട്ടല്ല വരുന്നത്. നിങ്ങളുടെ തെറ്റുകൾ പശ്ചാത്തപിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഗുരു പറയുന്ന ആ പ്രഭാഷണങ്ങളിൽ കൂടി ശിവപുരാണ കഥകൾ കേട്ടും നിങ്ങൾ കഴിവും വിധം ദാനം ചെയ്തും അന്നദാനങ്ങൾ ചെയ്തുമൊക്കെയും മുന്നോട്ട് പോയപ്പോൾ ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ വിളങ്ങിയതിൻ്റെ ചിത്രമാണ് നിങ്ങൾ ദർശിക്കുന്നത്. അത് ഐശ്വര്യം തന്നെയാണ്, നന്മ തന്നെയാണ്, നല്ലത് തന്നെയാണ്. ആ ദിവ്യമംഗള വിഗ്രഹത്തെ അവൾ നിരന്തരം അനുസന്ധാനം ചെയ്തുകൊണ്ടിരുന്നു. അതായത് മനസ്സിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ ഉദിക്കുന്ന ആ മഹേശ്വരൻ്റെ രൂപം അവൾ നിരന്തരം കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇപ്രകാരം നിരന്തരം ശിവപുരാണ കഥകൾ കേട്ടും പാരായണം ചെയ്തും അവൾ യാതൊരു ക്ലേശവും അനുഭവിക്കാതെ ശരീരത്യാഗം ചെയ്തു. കണ്ടല്ലോ, എത്രയോ ജന്മമെടുത്താലും തീരാത്ത മഹാപാപങ്ങൾ ശിവപുരാണ കഥകൾ കേട്ടുകൊണ്ട് ഇല്ലാതായി.
ത്രിപുര ശത്രുവായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അയച്ചു കൊടുത്ത ദിവ്യ വിമാനത്തിൽ അവൾ സത്വരം കയറി കൈലാസത്തിലേക്ക് പോയി. കണ്ടോ, ഇത്രയും പാപം ചെയ്ത ആ സ്ത്രീ തൻ്റെ പാപങ്ങളിൽ പശ്ചാത്തപിക്കുകയും കുറ്റങ്ങൾ ഒരു ഗുരുവിനോട് ഏറ്റുപറയുകയും ആ ഗുരുവിനോട് കുറ്റങ്ങൾ തുറന്നു പറയുകയും പിന്നീട് ആ കുറ്റത്തിലേക്ക് പോകാതിരിക്കുകയും ശിവപുരാണ കഥകൾ കേട്ടും മഹാദേവനിൽ ഭക്തി ഉറപ്പിച്ചും മഹാദേവൻ മാത്രം ശരണമെന്ന് കരുതിയും നനച്ചും വിശ്വസിച്ചും പ്രാർത്ഥിച്ചിരുന്ന ചഞ്ചുള അവസാനം എന്തു ചെയ്തു? ശരീരത്യാഗം ചെയ്യുന്ന സമയത്ത് ദിവ്യ വിമാനത്തിൽ അവൾ കൈലാസത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിപ്പോൾ ആകാശത്ത് കാണുന്ന വിമാനം പോലെ ഒന്ന് വന്ന് കൊണ്ടുപോകുമെന്ന്. അങ്ങനെയല്ല. മനുഷ്യ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആത്മാവ് എന്തു ചെയ്യും? സഞ്ചരിക്കുന്നതിന് അവൻ്റെ പാപത്തിൻ്റെ ഗതി അനുസരിച്ചാണ് പോകുന്നത്. പാപം വളരെ കഠിനമാണെങ്കിൽ പോകുന്ന വഴിയൊക്കെയും ഭയാനകമായിരിക്കും, എല്ലയെ പോകത്തുള്ളൂ. എന്നാൽ പശ്ചാത്തപിച്ച് പാപമുക്തി വരുത്തിയ ആത്മാവാണെങ്കിൽ അതിന് പോകുവാൻ സുഗമമായൊരു വഴിയുണ്ടാകും. അതൊരു വിമാനത്തിൽ സഞ്ചരിക്കുന്നത് പോലെ വളരെ വേഗം എത്തേണ്ടിടത്ത് എത്തും എന്നാണ് ഈ വിമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൾ എവിടെ ചെന്നു? നേരെ കൈലാസത്തിലെത്തി. ശിവ പാർഷദന്മാർ ആദരപൂർവം അവളെ കൊണ്ടുപോയി. കാരണം ഭഗവാനിൽ പാപം കളഞ്ഞവളാണ്. അതുകൊണ്ട് തന്നെ ആദരപൂർവം അവളെ കൊണ്ടുപോയി. അവളുടെ പാപങ്ങളെല്ലാം അസ്തമിച്ചിരുന്നു. അപ്പോൾ അവൾക്ക് ദിവ്യരൂപം കൈവന്നു. അപ്പോൾ ആത്മാവിനൊരു ദിവ്യരൂപവും കൈവന്നു. അവളുടെ മസ്തകത്തിൽ ചന്ദ്രകല ഒരു ആഭരണമായി വിളങ്ങി. അവളുടെ നെറ്റിക്ക് മുകളിൽ ഭഗവാനെ പോലെ തന്നെ ചന്ദ്രകല ഒരു ആഭരണമായി വിളങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ നിരന്തരം ആരാധിക്കുന്നവർക്ക്, ഭഗവാന്റെ പാപങ്ങൾ ഭഗവാനിൽ കൂടി പ്രാർത്ഥിച്ച് പാപങ്ങൾ കളയുന്നവർക്ക് നെറ്റിയിൽ ഇങ്ങനൊരു അടയാളങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ മറ്റു മതസ്ഥരൊക്കെ ഇപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ്: കൈലാസത്തിൽ ചെല്ലാതെ തന്നെ നിരന്തരം നമ്മൾ നമസ്കരിച്ചും പ്രാർത്ഥിച്ചും നിൽക്കുമ്പോൾ ചന്ദ്രകല നമ്മുടെ തിരുനെറ്റിയിലും ഭഗവാൻ തരും. അങ്ങനെ അവൾ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ശിവപുരിയിലെത്തി പരമേശ്വരനെ ദർശിച്ചു. അവിടെ ഗണേശൻ, വൃന്ദി, നന്ദികേശ്വരൻ, വീരഭദ്രൻ തുടങ്ങിയവർ ഭഗവാനെ സേവിച്ചു നിൽപ്പുണ്ടായിരുന്നു. ഭഗവാന്റെ ശരീരകാന്തി കോടി സൂര്യപ്രകാശമുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കാളകൂടവിഷത്തിൻ്റെ നീലനിറം ഭക്താനുഗ്രഹ ചിഹ്നമായി ശോഭിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 5 മുഖങ്ങളും 3 കണ്ണുകളും ഏവരെയും വിസ്മരിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. തലമുടിയിലണിഞ്ഞ അർദ്ധചന്ദ്രാകാരമായ മകുടം വിശേഷിപ്പിച്ചും ശോഭാകാരമായിരുന്നു. വിദ്യുത്പാതകളുടെ പ്രകാശത്തോടു കൂടിയ ശ്രീ പാർവതീദേവി ഭഗവാന്റെ വാമഭാഗത്തെ അലങ്കരിച്ചിരുന്നു. ഭഗവാന്റെ കർപ്പൂരധവളമായ ശരീരഭസ്മം കൊണ്ട് വീണ്ടും ധവളമായിരുന്നു. ശോധവസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അതായത് വെള്ള വസ്ത്രമാണ് അവിടെ അദ്ദേഹം ധരിച്ചിരുന്നത്. ഭഗവാന്റെ ഏതാദൃശമായ മനോഹര മൂർത്തി ദർശിച്ച് ചഞ്ചുള വളരെ പ്രസന്നയായി. ആദ്യം വിനയപൂർവം അവൾ ഭഗവാനെ നമസ്കരിച്ചു. പിന്നീട് അഞ്ജലി കൂപ്പിക്കൊണ്ട് ആനന്ദാശ്രുപൂർണയായി അവൾ ഭഗവാന്റെ മുമ്പിൽ നിന്നു. അവളുടെ ശരീരം രോമാഞ്ചകഞ്ചിതമായി തീർന്നു. ദേവനും ദേവിയും അവളെ അടുക്കലേക്ക് വിളിച്ചു. അങ്ങനെ ഭഗവാന്റെയും അമ്മയുടെയും ദൃഷ്ടികൾ അവളിൽ പതിപ്പിച്ച ശേഷം അമ്മ എന്തു ചെയ്തു? ബിന്ദുകപത്നിയായ ചഞ്ചുളയെ സ്വസഖികളിൽ ഒരാളായി സ്വീകരിച്ചു. അതായത് അമ്മയുടെ സേവ ചെയ്തുകൊണ്ട്, അമ്മയുടെ പാദപൂജ ചെയ്തുകൊണ്ട് അമ്മയുടെ സഖികളിൽ ഒരാളായി, അമ്മയുടെ തോഴിമാരിൽ ഒരാളായി സ്വീകരിച്ചു. അതാണ് ചഞ്ചുള അമ്മയുടെ തോഴിയായി മാറിയ ഒരു കഥ. അങ്ങനെ അവൾ ശ്രീ പരമേശ്വരൻ്റെ പരമാനന്ദമയവും ജ്യോതിസ്വരൂപവുമായ സനന്ദനധാമത്തിൽ ദിവ്യ സൗഖ്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. ആ പശ്ചാത്താപത്തിൽ ശിവപുരാണ കഥകൾ കേട്ടതിൻ്റെ ഫലമായിട്ട് ഈ ലോകത്തിലെ നരകങ്ങളും ഈ ലോകത്തിൻ്റെ നിയമങ്ങളും ഈ സമൂഹത്തിൻ്റെ മോശമായ കാഴ്ചപ്പാടുകളിൽ നിന്നുമൊക്കെയും മാറിക്കൊണ്ട് ഭഗവത് സവിധത്തിൽ അമ്മയുടെ തോഴിയായി നിന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് നല്ല കർമ്മങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിച്ചും മോക്ഷം പ്രാപിക്കുന്ന ആത്മാവ് പ്രപഞ്ചത്തിൻ്റെയും പ്രകൃതിയുടെയും തോഴിയായി നിൽക്കും, അല്ലെങ്കിൽ തോഴനായി നിൽക്കും, അല്ലെങ്കിൽ അവർക്ക് സഹായമായി നിൽക്കുമെന്നാണ് പറയുന്നത്. സഹായത്തിൻ്റെ ആത്മാവായി നിൽക്കുമെന്നാണ് പറയുന്നത്. പ്രപഞ്ചമെന്ന് പറയുന്നത് മഹാദേവനാണ്, യൂണിവേഴ്സൽ. പ്രകൃതി എന്ന് പറയുന്നത് അമ്മ പാർവതി ദേവിയാണ്.
ഇനി പ്രകൃതി അമ്മ പാർവതി ദേവിയാകുമ്പോൾ അതിന് നാരായണനുമായിട്ടൊരു ബന്ധമുണ്ട്. അത്തരത്തിലൊരു കഥ ഗുരു പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മോഹിനി വേഷത്തിനെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള ശങ്ക ഒഴിവായി കിട്ടും. അതൊക്കെയും ഗുരു മറ്റൊരു പ്രഭാഷണത്തിൽ പറയാം. അപ്പോൾ സകല പാപങ്ങളും മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ലോകത്ത് ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഗ്രന്ഥം ശിവപുരാണമാണ്, വഴി മഹാദേവനിലുള്ള പൂജയാണ്, ഓം നമശിവായ ജപിക്കലാണ്. ഇത്തരത്തിൽ നമശിവായ ജപിച്ചും ഭഗവാനെ മനസ്സാവരിച്ചും ഭഗവാനെ ഭവനത്തിൽ ആനയിച്ചും എല്ലാവരും പാപമുക്തരായി തീരട്ടെ. എല്ലാവർക്കും വേണ്ടി ഗുരു പ്രാർത്ഥിക്കുന്നു. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തി ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ.